ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ലൈക്കിന് 1K ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയും അതുപോലെ അർജുനെയാണ്. അങ്ങനെ അർജുൻ പറഞ്ഞു, അതെ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്നറിയാം, പക്ഷേ ഇനിയിപ്പം എന്നെ വഞ്ചിക്കാനും കൂടെയാണ് നിന്റെ ഒരുക്കമെങ്കിൽ അത് മറച്ചു വെക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഒന്ന് ഇങ്ങനെ നോക്കിട്ടോ. അപ്പോഴത്തേക്കും ചുമക്കുകയാണ് അർജുൻ. ചുമച്ചപ്പോഴത്തേക്കും അതെ ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ, ഇനിയിപ്പൊ സംസാരിക്കൊന്നും വേണ്ട, നാളെയും സമയമുണ്ടല്ലോ സംസാരിക്കാൻ, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഏതായാലും അർജുൻ എന്തോ വയ്യായിക ഉണ്ടെന്ന് തോന്നുന്നു, നന്നായിട്ട് ചുമക്കുന്നുണ്ട്. നമ്മുടെ പിങ്കി അവിടെ ചെന്നിട്ട് ഒരു ബാമൊക്കെ എടുത്തിട്ട് ഈ ബാം ഒന്ന് പുരട്ടിക്ക്, നല്ല ആശ്വാസം കിട്ടും. ഹേയ് അത് വേണ്ട, ഞാൻ തന്നെ പുരട്ടിക്കോളാം, പുരട്ടി തരുമൊന്നും വേണ്ട. അതെന്താ ഞാൻ പുരട്ടിയാൽ പ്രശ്നമുണ്ടോ? പറയ അർജുൻ, ഞാൻ പുരട്ടിയാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ അതെ, എനിക്ക് സുഖമില്ലാതെ കിടക്കുമ്പം അർജുനല്ലേ എന്നെ ശുശ്രൂഷിച്ചത്. ഓഹോ, പകരത്തിന് പകരമായിട്ട് എന്നെയും ശുശ്രൂഷിക്കാന്നാണോ നീ കരുതിയത്? ഞാനാണ് ശുശ്രൂഷിച്ചതെന്ന് പിങ്കി ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതെന്താ, എനിക്ക് അത്രയ്ക്ക് ബോധമില്ലെന്നാണോ വിചാരിക്കുന്നത്? അർജുനെ കണ്ടാൽ മനസ്സിലാവാതിരിക്കാനൊന്നും എനിക്ക് ബോധമില്ലായ്മയൊന്നുമില്ല. ഞാൻ വെളിവുള്ളപ്പോൾ തന്നെയാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പെട്ടെന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ പിങ്കി നമുക്ക് രാമേശ്വരത്ത് പോകാം ഗൗതം ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞില്ലേ പനി പിടിച്ച് കിടന്നപ്പം, അതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ അർജുന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അത് ഓർത്തപ്പോ തന്നെ നമ്മുടെ അർജുൻ ഇങ്ങനെ കലി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, അർജുൻ എന്താ അർജുൻ ഉദ്ദേശിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ, എനിക്ക് ബോധമില്ലായിരുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അടുത്ത് വന്നിട്ട് ദേ നീ എന്നെ തിരിച്ചറിഞ്ഞു പോലുമില്ല, പിന്നെ എങ്ങനെയാ നിനക്ക് ബോധം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്? ദേ ഇതുപോലെ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ അർജുൻ. അർജുനെ മനസ്സിലായില്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് തെളിവാ കയ്യിലുള്ളത്? തെളിവൊന്നും ചോദിക്കാതിരിക്കുന്നതാ പിങ്കി നിനക്ക് നല്ലത്. തെളിവൊക്കെ ഞാനിപ്പം നിരത്തിയാലേ താൻ വെള്ളം കുടിക്കും. അതുകൊണ്ട് എനിക്കും തനിക്കും ആ തെളിവിനെ കുറിച്ച് കേൾക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ പിങ്കിക്ക് ഒരു പേടി, ഇനിയിപ്പൊ തന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു പോയോ എന്നൊരു ചെറിയ തോന്നലുണ്ട്. ഏതായാലും അർജുൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോയി. ബാമൊന്നും പെരട്ടാൻ നിന്നില്ല. കാരണം ആ പഴയ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുന് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ കാണിക്കും നമ്മുടെ ലക്ഷ്മിനെയാണ്. അങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പതുക്കെ ഇങ്ങനെ നടന്ന് വരിക. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഗൗതം സാറ് എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു, ഇനി അതിന്റെ അർത്ഥം ഞാനിവിടെ നിൽക്കണ്ടായെന്നല്ലേ? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പോകാം. പറയാതെ പോയിട്ടുണ്ട്, ചിലപ്പോൾ അമ്മയ്ക്ക് അത് വിഷമമാകും. അതുകൊണ്ട് അമ്മയോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മയെന്ന് വിളിച്ച്. അപ്പം ഇതാര്, നന്ദമോളോ? പരീക്ഷയും കഴിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയ ആളാണല്ലോ, പിന്നെ ഇപ്പോഴാണല്ലോ വെളി കാണുന്നത്. അതേ മോളെ, എനിക്ക് ഇപ്പോഴേ ഈ പാത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടി സമയം കിട്ടിയത്. മോക്ക് എന്തെങ്കിലും വേണോ? ഫ്രിഡ്ജിൽ മാമ്പഴം ഇരിപ്പുണ്ട്, അമ്മ ജ്യൂസ് അടിച്ചു തരാം. ഹേയ് ഒന്നും വേണ്ടമ്മേ, അത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്ത് കാര്യം മോൾക്ക് പറയാനുള്ളത്? അത് പിന്നെ ഞാൻ ഏലപ്പാറ വരെ പോവുക. ഏലപ്പാറയ്ക്കോ? അതെന്തിനാ മോൾ ഇപ്പൊ ഏലപ്പാറയ്ക്ക് പോകുന്നത്? അല്ല മോളെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അല്ല മോളുടെ വീട്ടിൽ പോവാണോ മോള്? അതെ അമ്മേ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. അമ്മ ഇനിയിപ്പം എതിർപ്പൊന്നും കാണിക്കുന്നില്ല. മക്കള് സ്വന്തം വീട്ടിലേക്ക് പോകുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ പല മരുമക്കളും വേണ്ടാന്നിങ്ങനെ പറയും. അമ്മായിയമ്മമാര് വേണ്ട എന്ന് പറയും. ഏതായാലും പരീക്ഷ കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടാക്കി തന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പതുക്കെ മോള് പൊക്കോ, ഞാൻ ഉണ്ടാക്കി തരാം. അത് പിന്നെ ആന്റീനെ കണ്ടിട്ട് കുറച്ചായില്ലേ, ഇപ്പൊ അവധിയാ, ഇനിയിപ്പൊ കുറച്ചു നാൾ അവധിയാണല്ലോ. ഈ അവധിക്കാലത്ത് ഞാൻ അവിടെ പോയി നിന്നോട്ടെ, അവിടെ നിൽക്കാന്ന് കരുതി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മോളെ ഗൗതം എന്തു പറഞ്ഞു? അല്ല ഗൗതം കൂടെ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ തന്നെ പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്നേ. അപ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, എൻ്റെ ഈശ്വര, ഗൗതം നന്ദേനെ പറഞ്ഞ് അയക്കുകയാണോ? അതിനുവേണ്ടിയാണോ അവൻ ഇതൊക്കെ ചെയ്ത് വല്ലതും കാണിച്ചൊക്കെ കൂട്ടിയോ അവന്? അല്ല മോള് ഗൗതമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? അല്ല നിങ്ങള് പിണങ്ങുക വല്ലതും ചെയ്തോ? ഹേയ് അല്ലമ്മേ, പിണങ്ങൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നതാ. രാധി ആന്റീനെ കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ അർജുൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, മോളെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ് ഒന്നുമില്ല അമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കുക, പ്രശ്നമൊന്നുമില്ല. ഞാൻ രാധിക ആന്റീനെ കാണാൻ പോകുന്നതാന്ന് പറഞ്ഞില്ലേ അമ്മയോട്?
ഏതായാലും അമ്മയോട് പറയാതെ പോകാൻ എനിക്കൊരു മടി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും ഇത് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയി, ലക്ഷ്മി അങ്ങ് പോയി. പിന്നെ നമ്മുടെ അർജുൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അർജുൻ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്, സംതിങ് എന്തോ പ്രോബ്ലം ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്ന് നമ്മുടെ അർജുന് മനസ്സിലായി. ലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്ത പേടി, ലക്ഷ്മിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പൊ അർജുൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കാണും നന്ദയോട് എന്ന ഉറപ്പും നമ്മുടെ ലക്ഷ്മിക്കുണ്ട്. ഏതായാലും നമ്മുടെ നന്ദ മാറി ചെന്ന് നിന്ന് ഭയങ്കര കരച്ചിലാണ്. അങ്ങോട്ടേക്ക് അർജുൻ വരികയാണ് കേട്ടോ. അപ്പൊ അർജുൻ വന്നപ്പോൾ പെട്ടെന്ന് കരച്ചിലൊക്കെ മാറ്റി ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി തുടങ്ങിയേ. അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ ചോദിച്ചു, അല്ല എന്താ നന്ദ ചിരിക്കാൻ ശ്രമിച്ച് വെറുതെ പരാജയപ്പെടണമെന്നൊന്നുമില്ല, ചിരിക്കൊന്നും വേണ്ട, ആ കണ്ണിലെ കണ്ണീര് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ഒന്ന് ഞെട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, അതെ അതിനപ്പുറം ആ ഹൃദയത്തിലെ നോവും എനിക്കറിയാം. എന്താ എന്താ പറ്റിയത്? അല്ല എന്താണെന്ന് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല നാളെ എങ്ങോട്ടേക്കാ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അത് പിന്നെ വീട് വരെ പോകും അർജുൻ, ഇനിയിപ്പോ അവധിയല്ലേ, അതുകൊണ്ട് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതി. ഓഹോ, ഈ നിപ്പ എന്തിനാ? ആരെ തോൽപ്പിക്കാനാ? അതെന്താ ഇന്ത്യവരത്തിലെ ജീവിതം മടുത്തിട്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? ഹേയ്, ഇന്ത്യവരത്തിൽ ജീവിതം ഒന്നും എനിക്ക് മടുത്തില്ല. സത്യത്തിൽ എല്ലാവർക്കും എന്നെയല്ലേ മടുത്തത്. ആരെ ഉദ്ദേശിച്ചാ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാ എന്ന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരുവാണെങ്കിൽ എനിക്കറിയായിരുന്നു. എന്താ ഗൗതമേട്ടനുമായിട്ട് പിണങ്ങിയോ? എനിക്കൊന്നും പറയാനില്ല അർജുൻ, ഞാനൊന്നും പറയാൻ ആഗ്രഹപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ പിങ്കി മാറി നിൽപ്പുണ്ട് കേട്ടോ. പിങ്കിക്ക് സന്തോഷമായി കേട്ടോ, കാരണം നമ്മുടെ നന്ദ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞപ്പം. അപ്പോഴേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട് അർജുനോട്, എന്റെ കയ്യിലും തെറ്റുണ്ടല്ലോ, അപ്പൊ പിന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഞാന് ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഗൗതം സാർ എല്ലാം തുറന്നു പറയുവാണെങ്കിൽ ഒരിക്കലും ഇതൊരു പ്രശ്നമാവില്ലായിരുന്നല്ലോ. ഒടുക്കം ഞാനല്ലേ തെറ്റുകാരി? ഞാൻ ക്രൂരത ചെയ്തൊരു തെറ്റുകാരിയല്ലേ? ഒറ്റിക്കൊടുത്ത ഒരു ഒറ്റുകാരി? ഇല്ല, ഒരിക്കലും ഞാനല്ല ഒറ്റുകാരി. അതെങ്ങനെ തെളിയിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ദേ ഞാനൊരു കാര്യം പറയട്ടെ, ആമിയെ ഒറ്റിക്കൊടുത്തത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് നന്ദയുടെ തലയിൽ വന്ന് വീണു. ദേ ഞാനല്ലേ അത് അന്വേഷിച്ച് പിന്നാലെ നടന്നത്, അതുകൊണ്ടല്ലേ എന്റെ തലയിൽ വന്ന് വീണത്. അല്ല അതെങ്ങനെ നന്ദ പോയി? ഞാൻ പോയില്ലേ ഗൗതമേട്ടന്റെ പുറകെ? പിങ്കി പോയില്ലേ ഗൗതമേട്ടന്റെ പുറകെ? നമ്മൾ 3 പേരിലും ആർക്ക് വേണമെങ്കിലും ഒറ്റുകാരന്റെ വേഷം ചേരുമല്ലോ. അപ്പൊ പിന്നെ നന്ദ മാത്രം ആ ഒറ്റുകാരന്റെ വേഷം എടുത്ത് അണിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ആ വഴിയൊന്ന് ചിന്തിച്ചു കേട്ടോ. എന്നാലും നന്ദയ്ക്ക് ഒരു ചെറിയ പേടിയും പരിഭ്രാന്തിയും അതുപോലെ തന്നെ നമ്മുടെ ഗൗതം പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് തികട്ടി വരികയാണ്. എന്നിട്ട് പിങ്കി പറഞ്ഞു, ഞാനാണ് സാറിനെ കൂടുതൽ സ്നേഹിച്ചത്, എനിക്കാണല്ലോ സാറിന്റെ കയ്യിൽ നിന്നുള്ളതെല്ലാം കിട്ടേണ്ടത്. അപ്പൊ പിന്നെ എന്നെ തന്നെ കുറ്റക്കാരിയാക്കൂല്ലോ, അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയല്ല പിങ്കി മാറി നിന്നിട്ട് ഇങ്ങനെ പറയാണ്, നിനക്കല്ല നന്ദ കൂടുതൽ ലാഭം, എനിക്കാ ലാഭം. ഒരു വെടിക്ക് 2 പക്ഷി. ഇനി അടുത്തത് അഭിരാമി. ഞാൻ തന്നെയാടി നന്ദ കൂടുതൽ ഗൗതത്തെ സ്നേഹിച്ചത് എന്നിങ്ങനെ മാറി നിന്ന് പറയാം. അപ്പൊ നമ്മുടെ അർജുൻ വീണ്ടും ചോദിക്കുകയാണ്, അല്ല നന്ദയല്ലേ അഭിരാമിനെ ഒറ്റിക്കൊടുത്തത്? 100% ഞാനല്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്തിനാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ഇതിപ്പം ഗൗതമേട്ട പറഞ്ഞതെല്ലാം അംഗീകരിച്ച് ഇറങ്ങി പോകുന്ന പോലെ ആയി പോകൂലേ? എനിക്ക് പറ്റില്ല ഇവിടെ നിൽക്കാന്. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഗൗതം സാറിന് ഉണ്ടായെങ്കിൽ ഞാൻ അതൊക്കെ ധാരണ ചെയ്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ നിൽക്കണം. ഞാൻ നന്ദയുടെ ആ ഒരു ഇതിനു വേണ്ടി ഗൗതമേട്ടനോട് സംസാരിക്കാം. തെറ്റിദ്ധാരണയുടെ പുറത്ത് പിരിയേണ്ടവരല്ല നിങ്ങൾ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് കലി വന്നു കേട്ടോ. മനസ്സിലിങ്ങനെ പറയാ, ഈ അർജുൻ എന്ത് സൂക്കേട്, അവള് പോകുവാണെങ്കിൽ പോട്ടെ, അവളെ എന്തിനാ പിടിച്ചു നിർത്തുന്നത്? വല്ല കാര്യമുണ്ട് അവളെ പിടിച്ചു നിർത്തേണ്ടത്? വീണ്ടും പിടിച്ചു നിർത്തി എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ സ്വയമേ നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുകയാണ്. ഏതായാലും നമ്മുടെ ഗൗതമല്ല അർജുൻ നന്ദയെ പിടിച്ചു നിർത്തുന്ന വേറൊന്നിനുമല്ല, ഗൗതമും നന്ദയും നന്നായിട്ട് ജീവിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമാണുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിങ്കി എന്തൊക്കെയോ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ അർജുൻ അറിയാം. അങ്ങനെ നമ്മുടെ അർജുൻ പറയുകയാണ് നന്ദയോട്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിപ്പിക്കാം നന്ദ. അല്ല അതെങ്ങനെയാ? അതൊക്കെ ഞാൻ പറയാം. എന്തായാലും നന്ദ ഗൗതമേട്ടനെ ഉപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ബാക്കി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ വാക്ക് തരിക, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല. ഞാൻ ഈ ബന്ധം കൂട്ടി ഉറപ്പിക്കുകയുള്ളൂ, ഒരിക്കലും അത് രണ്ടാക്കാൻ നോക്കില്ല. ദയവ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള തീരുമാനം അത് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആയി. അപ്പൊ നന്ദ ചോദിച്ചു, ഞാൻ വിശ്വസിക്കോട്ടെ അർജുനെ?
അതെന്തൊരു ചോദ്യമാ. അതെ 24 ക്യാരറ്റ് സ്വർണ്ണമാ ഈ അർജുനെ വിശ്വസിക്കാം. ഞാനാ നന്ദയ്ക്ക് വാക്ക് തരുന്നത്. താങ്ക് യു അർജുൻ, ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും ഇപ്പൊ തരുന്ന ഈ വാക്ക് അത് പ്രകാരം ഞാനിവിടെ നിൽക്കാൻ പോവാന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നന്ദ അങ്ങ് പോയി കേട്ടോ. ഇത് പറഞ്ഞിട്ട് നന്ദ ചിരിച്ചോണ്ട് തന്നെയാണ് അങ്ങ് പോകുന്നത്. പിങ്കി ആണെങ്കിൽ മനസ്സിൽ വീണ്ടും വൈരാഗ്യം ഊട്ടി ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വൈരാഗ്യമാണ് ഇത്രയും കൊണ്ട് എത്തിച്ചത്. നന്ദ പോകാനായിരുന്നു. നന്ദ പോകാറായപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ഇത് വന്ന് പറയുകയും ചെയ്തു. നന്ദ ഇനി പോകുകയും ചെയ്യുന്നില്ല. കാലി തുള്ളി നമ്മുടെ നന്ദയല്ല സോറി പിങ്കി ഇങ്ങോട്ട് വന്നില്ല. പിങ്കി ഇങ്ങ് വന്നിട്ട് അർജുൻ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ, എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു. ദേ ഗൗതമും നന്ദയും തമ്മിലുള്ള പ്രശ്നം തീർക്കലും ഇടനിലക്കാരനാവുകയാണോ നിങ്ങളുടെ പണി? നിങ്ങളൊരു പട്ടാളക്കാരനായിരുന്നില്ലേ? മിനിമം ആ ഒരു സ്റ്റാൻഡേർഡ് എങ്കിലും കാണിക്കണ്ടേ? ആ അഭിരാമിയുടെ പുറകെ പോയി സ്വന്തം പേരും കൂടെ നശിപ്പിക്കാതെ. അപ്പൊ എല്ലാം നീ വിശദമായിട്ട് കേട്ടല്ലേ പിങ്കി? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ എല്ലാം കേട്ടു. ഓ, ഇത്രയും വിദഗ്ധമായിട്ട് ഒളിഞ്ഞു നിന്ന് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും മിടുക്കനെ ഞാൻ സമ്മതിച്ചു തരുന്നു. എന്താ കളിയാക്കുകയാണോ? ഒരിക്കലും കളിയാക്കുന്നതല്ല. ഇതുപോലെ വിദഗ്ധയായൊരു സ്പൈ വർക്കറിനെ കണ്ടുപിടിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അത് മനസ്സിലായില്ല. അഭിരാമിനെ ഒറ്റ കൊടുത്തത് നന്ദയല്ല. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ പോരാടാൻ തയ്യാറാ. എന്തിനാ അർജുൻ ഇതൊക്കെ എന്തിനാ? തൽക്കാലം നീ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. ഇതിൽ കൂടുതൽ നീ ഒന്നും അറിയണ്ട. എന്തായാലും താൻ പേടിക്കണ്ട. തന്നെ ഇത് ബാധിക്കാതിരുന്നാ പോരെ. തന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. പിന്നെ എന്തിനാ താൻ ടെൻഷൻ അടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അങ്ങ് പോയി. എങ്ങനെ പിങ്കിനെ ബാധിക്കാതിരിക്കും? പിങ്കി അല്ലേ ആ എന്താ പറയാ ഒറ്റുകാരി എന്ന് പറയുന്ന ഏകയാളെന്ന് പറയുന്നത് പിങ്കി തന്നെയാണ്. അപ്പൊ ഏതായാലും പിങ്കിക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടല്ലോ. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പിങ്കി. പിന്നെ കാണിക്കുന്നത് ഗൗതമിനെയാണ്. ഗൗതമിന്റെ അടുത്തേക്ക് നമ്മുടെ അർജുൻ ചെന്നിട്ട്, ഗൗതമേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം നിനക്ക് സംസാരിക്കാനുള്ളത്? അത് പിന്നെ നന്ദ ഏലപ്പാറയ്ക്ക് പോകുക എന്നാ പറഞ്ഞത്. ഏട്ടൻ അതൊന്നും അറിഞ്ഞില്ലേ? ആരെവിടെ പോയാലും എനിക്കെന്ത് വേണം? എനിക്ക് ആരിവിടുന്ന് പോയാലും ഒരു പ്രശ്നമില്ല. പിന്നെ എന്നോട് ആരും പറഞ്ഞതുമില്ല. കള്ളം പറയരുത് ഏട്ടാ. ഏട്ടൻ അറിഞ്ഞില്ലേ? ഏട്ടനല്ലേ അതിന് കാരണക്കാരൻ. നന്ദ ഇവിടുന്ന് പോകുന്നതിന് ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, ദേ ഏലപ്പാറയിൽ അവൾക്ക് വീടും സ്ഥലവും ഉണ്ട്. അത് ഞാൻ മേടിച്ചു കൊടുത്തതല്ല, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. പിന്നെ അവിടേക്ക് നന്ദ പോകുന്നതിന് ഞാൻ എങ്ങനെയാ കാരണക്കാരനാകുന്നത്? ഓഹോ, എല്ലാം അറിഞ്ഞിട്ട് ഏട്ടൻ ഓരോ ന്യായീകരണം പറയാണല്ലേ? അതെ, അങ്ങനെ ഒരു ഇതിന് എനിക്ക് താല്പര്യമില്ല. എങ്കിൽ പിന്നെ എനിക്കും താല്പര്യമില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിനെ അർജുൻ പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോഴത്തേക്കും കൈവിട അർജുൻ. അതെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഏട്ടൻ പോയാൽ മതി. നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദയ്ക്ക് വേണ്ടി ആരുടെ വാദവും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാ അത് കേട്ടാൽ എന്താ? ദേ എന്റെ ഏടത്തിയ നന്ദയുടെ സങ്കടവും വിഷമവും ഒക്കെ അത് വേണ്ടെന്ന് വെക്കാനോ അത് കണ്ടില്ലെന്ന് നടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ അഭിരാമി ആരാ? അഭിരാമി നിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ. അതിനൊരു വിലയില്ലേ? ആ സങ്കടത്തിന് ഒരു വിലയില്ലേ? അത് പിന്നെ ദേ ഞാനൊരു കാര്യം പറയട്ടെ. പോലീസ് കൊണ്ടുപോയി അവളുടെ മുഖം അത് ഇതുവരെ എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എല്ലാത്തിനും ഞാൻ കാരണക്കാരനാണല്ലോ എന്ന് ഓർത്തിട്ട് എന്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും വേദന കൂടുന്നതല്ലാതെ ആ മുറിവ് കരിയാനായിട്ട് ഒരിതുമില്ല. അപ്പോഴാ നന്ദേനെ സപ്പോർട്ട് ചെയ്ത് അവൻ വരുന്നത്. എനിക്ക് പറ്റില്ല. എനിക്ക് അഭിരാമിനെ മാറ്റി നിർത്തി നന്ദേനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല. അവൾ ഒറ്റ കൊടുത്തത് അഭിരാമിനെ. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് അതുപോലും നോക്കാതെയല്ലേ നന്ദ ഒറ്റുകാരിയായത്. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു, അത് പിന്നെ നന്ദയല്ല ആമീനെ ഒറ്റിക്കൊടുത്തത്, അതെനിക്ക് ഉറപ്പാ. ദേ തർക്കിക്കണ്ട അർജുൻ, അത് ചെയ്തത് നന്ദ തന്നെയാ. അത് 100% ഉറപ്പുണ്ട് ഈ ഗൗതമിന്. അതുകൊണ്ട് തന്നെയാ ഈ ഗൗതം സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ ഇങ്ങനെ കാണാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുതേ ഏട്ടാ. ദേ തെളിവുകളും സാക്ഷികളും ഇല്ലാതെ ഒരാളെ പോലും തെറ്റുകാരിയായി കാണരുത് എന്നല്ലേ നിയമം. അതൊക്കെ കോടതിക്ക് ഒരാളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ സംശയിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുക തന്നെ ചെയ്യും. ആരാ കുറ്റവാളി എന്ന് കണ്ടെത്തുകയും ചെയ്യും. എങ്കിൽ പിന്നെ അങ്ങനെ ആ കുറ്റവാളി ആരാന്ന് കണ്ടുപിടിക്കുക. അല്ലാതെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നന്ദയുടെ തലയിൽ കയറേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും തെളിവുണ്ടോ ഏട്ടന് ഒരു തെളിവുമില്ലല്ലോ. നന്ദയാണ് ഒറ്റുകാരി എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ആദ്യം ആ തെളിവ് കണ്ടുപിടിക്കുക. ആദ്യം തെളിവ് കണ്ടുപിടിച്ചിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ. എന്തിനാ വെറുതെ ആ പാവത്തിന്റെ മെക്കിട്ട് കയറി അതിന്റെ സമാധാനം കളയുന്നത്?
അതിനിടയിൽ നമ്മുടെ ഗൗതം പറഞ്ഞു, അതെ നീ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നത്, അല്ലാതെ ഞാൻ നിന്നെ അല്ലല്ലോ ഏട്ടാന്ന് വിളിക്കുന്നത്, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൗതം അങ്ങ് പോയത്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ ഒന്നും പറഞ്ഞില്ല. അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഗൗതം അങ്ങ് പോവുകയും ചെയ്തു. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ്. നന്ദ ഇങ്ങനെ മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗൗതം കയറി വരിക. അപ്പം നന്ദ ചിരിച്ചോണ്ട്, ഗൗതം സാർ ഇത് എവിടെ പോയതായിരുന്നു, കണ്ടിട്ട് കുറെ നേരമായല്ലോ, സാർ എന്താ ഈ നോക്കുന്നത്? അല്ല, ഞാനിനി ചോദിച്ചത് മറ്റാരോടെങ്കിലും ആണോ എന്നാണോ സാർ ഈ നോക്കുന്നത്? വേറെ ആരോടും അല്ല, ഞാൻ സാറിനോട് തന്നെയാ ചോദിച്ചത്. സാറ് എവിടെ പോയതായിരുന്നു? പറയണ സാർ. അല്ല, എവിടെയായിരുന്നു ഇതുവരെ? ഇനിയിപ്പോ പറയാൻ വല്ല ബുദ്ധിമുട്ടും. അല്ല, താൻ എന്തിനാ അതറിയുന്നത്? അത് കൊള്ളാം, ഗൗതം സാറിന്റെ ഭാര്യയല്ലേ ഈ നന്ദ, സാർ എവിടെയാണ്, എന്തെടുക്കുക, ഇതൊക്കെ അറിയാനുള്ള അവകാശം ആർക്കുള്ളതാ? എനിക്കുള്ളതല്ലേ. നന്ദ, ദേ നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്, ആവശ്യമില്ലാത്ത കാര്യം നീ സംസാരിക്കരുത്. ആ കാര്യം കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? അതെ, ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിയാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. ആർക്കു വേണം നിന്റെ സമ്മതം? ഞാനൊന്ന് തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാ, ഒരിക്കലും അല്ല. ഗൗതം സാറ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ ഗിലി മാരീഡ് ആണ് നമ്മള്. അപ്പം ആ ഒരു കെട്ടിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഒരാള് മാത്രം തീരുമാനിച്ചാൽ പോരാ, രണ്ടുപേരും കൂടി പരിഗണിക്കണം. ദേ വെറുതെ നീ ഉരുണ്ട് കളിക്കാതെ. ഏലപ്പാറയ്ക്ക് പോകാൻ വേണ്ടി നീ തീരുമാനിച്ചെന്ന് എനിക്കറിയാം, അത് നല്ല കാര്യം. അങ്ങനെ ഓർത്ത് സമാധാനിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ തീരുമാനം പുനഃപരിശോധിച്ചു. അല്ല, മാറ്റിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും കൊണ്ട് ഈ നന്ദ ഏലപ്പാറയ്ക്ക് പോകുന്നില്ല. മനസ്സിലായില്ല നീ എന്താ പറയുന്നത്? അതെ, ഞാൻ ഏലപ്പാറയ്ക്ക് പോകുന്നില്ലെന്ന് അത് സിമ്പിളായിട്ട് പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അതെ, കാരണം ഗൗതം സാർ എന്നെയല്ലേ ഉപേക്ഷിച്ചത്, ഞാന് ഗൗതം സാറിനെയാണോ ഉപേക്ഷിച്ചത്? അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിനു ഇവിടെ നിന്ന് പോകണം? ഇവിടെ നിന്ന് പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഫൈറ്റ് ചെയ്യും, സത്യം തെളിയിക്കണമെന്നും ഈ നന്ദ തന്നെ തീരുമാനിച്ചു. ദേ നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കരുത് നന്ദ, തെളിയേണ്ട സത്യങ്ങളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇല്ല സാർ, ഒന്നും തെളിഞ്ഞിട്ടില്ല, തെളിയാൻ ഇനിയും കിടക്കുന്നുണ്ട്. അത് താമസിക്കാതെ തന്നെ സാറിന് മനസ്സിലാകും. അതെ, കൂടുതൽ എന്നെ നീ മനസ്സിലാക്കി തരണമെന്നില്ല. അല്ല, സാറിനല്ല, എനിക്കാണ് നിർബന്ധം മനസ്സിലാക്കണമെന്ന്. സാറ് വിഷമിക്കൊന്നും വേണ്ട. ആ താലിമാല ഞാൻ തിരിച്ചു ചോദിക്കാനേ പോകുന്നില്ല. അത് സാറിന് ഇഷ്ടമുള്ളപ്പം സാറിന്റെ കഴുത്തിലിട്ട് തന്നോ. ഇപ്പൊ സാറിന്റെ കയ്യിൽ തന്നെ അതിരുന്നോട്ടെ. അഗ്നിശുദ്ധി വരുത്തി അത് ഒരിക്കൽ സാർ എന്റെ കഴുത്തിൽ കെട്ടിയതല്ലേ, പിന്നെ ആ അഗ്നിശുദ്ധി ഒന്നും കൂടെ വരുത്തിയിട്ട് ഞാൻ സാറിന്റെ മുമ്പിൽ വരും. അന്ന് സാർ അത് എനിക്ക് കഴുത്തിലിട്ട് തന്നാൽ മതി. അതുവരെ ഞാൻ കാത്തിരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയി. അപ്പോഴത്തേക്കും തന്നെ ഗൗതമിന് മനസ്സിലായി നന്ദ രണ്ടും കൽപ്പിച്ചാണ് ഇനി മുന്നോട്ടേക്ക് പോകുന്നതെന്ന്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ADGPയുടെ അടുത്തേക്ക് അർജുനും നന്ദയും കൂടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കണം. അപ്പൊ ആരാണ് ഇതിനിടയിൽ നിന്ന് ഈ ഒരു ഒറ്റുകാരുടെ വേഷം കിട്ടിയത്, ഒറ്റുകാരന്റെ വേഷം കിട്ടിയതെന്ന് അറിയണമല്ലോ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ADGP പറഞ്ഞു, അതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അല്ല, ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അർജുൻ അറിയില്ലെന്ന് ചോദിച്ചപ്പോ അതൊക്കെ അറിയാം സാർ, പക്ഷെ ഇപ്പം ഗൗതമേട്ടന്റെ മുന്നിൽ വേറെ ഒന്നുമില്ല. അതാരാണെന്ന് ഗൗതമേട്ടന് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് നന്ദ തന്നെയാണെന്നാണ് ഗൗതമേട്ടൻ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അത് നന്ദയല്ല, അത് ഞങ്ങൾക്ക് പ്രൂഫ് ചെയ്തേ പറ്റൂ, അത് ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ. പിന്നെ ഗൗതമേട്ടൻ ചെയ്തതൊന്നും ദോഷത്തിന് വേണ്ടിയല്ല, അത്രമാത്രം ഗൗതമേട്ടൻ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് അഭിരാമീനെ കണ്ടത്. ആ കുഞ്ഞിനെ രക്ഷിക്കുക, നല്ലൊരു കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് മാത്രം ആഗ്രഹിച്ച ഇതൊക്കെ ചെയ്തത്. അതിനിടയിലാണ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പൊ നന്ദയും പറഞ്ഞു, അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി സാർ എന്ന് പറയുമ്പം അർജുൻ പറയുന്നുണ്ട്, നന്ദനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരു ഭാര്യ എന്ന നിലയിൽ ആരാണെങ്കിലും അതൊക്കെ ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്കിപ്പം വേറൊന്നും അല്ല അറിയേണ്ടത്, ഇപ്പം നന്ദയുടെയും ഗൗതമേട്ടന്റെയും ജീവിതം സേഫ് ആക്കാൻ അത് ആരാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ആ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.